എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നും രണ്ടും കാണാത്തവർ കാണുന്നത് നന്നായിരിക്കും. ഇത് ശരിയായിട്ടും നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കോഴ്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നും രണ്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഈ മൂന്നാമത്തെ വീഡിയോ ഞാൻ ഇടുന്നത് ഇപ്പം നമ്മൾ പ്രസന്റ് ഉള്ളവരുടെ മാത്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്നും രണ്ടും വീഡിയോയിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആബ്സെന്റ് വന്നാൽ അല്ലെങ്കിൽ ലീവ് വന്നാൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ എല്ലാവർക്കും നമ്മൾ പ്രസന്റ് ഇട്ടിരിക്കുകയാണ് അല്ലേ. ഈ പ്രസന്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ ആബ്സെന്റും അതുപോലെ തന്നെ ലീവും കൊടുക്കാം. ഉദാഹരണത്തിന് ഇതിപ്പം 9-ാം തീയതി ഇയാൾക്ക് ലീവാണെന്ന് വിചാരിക്കുക, ലീവ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ദിവസം ആബ്സെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒരു ആബ്സെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ലീവ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ആബ്സെന്റ്, ഇവിടെ ഒരു ലീവ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പം ആബ്സെന്റും ലീവും മാർക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ആബ്സെന്റ് ലീവ് മാർക്ക് ചെയ്യുന്നതിന് നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് മനസ്സിലാവും. അതായത് ഈക്വൽ ടു, ഓക്കെ, ഈക്വൽ ടു നമ്മളിവിടെ എ എന്ന് കൊടുക്കുക. എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ വരും. ഉണ്ടോ, കളർ മാറി വന്നു. നമ്മൾ എല്ല് കൂടെ കൊടുക്കാം. എല്ല് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ല് കൊടുക്കുക. എല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റാം. എല്ലിൻ്റെ കളർ നമുക്ക് യെല്ലോയോ അല്ലെങ്കിൽ ഗ്രീനോ ആക്കാം. ഗ്രീനാക്കി ഇത് വേണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആബ്സെൻ്റ് ഉള്ളതും ലീവ് ഉള്ളതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ കോളത്തിൽ പ്രസന്റും നമ്മളിപ്പോൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ ഇവിടെ എഴുതി ടോട്ടലായിട്ട് ഇത് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്യുകയാണ്. ടോട്ടല് ഈ കോളത്തിൽ ഉള്ളത് കംപ്ലീറ്റ്, സെല്ലിലുള്ളത് കംപ്ലീറ്റ് ഇവിടെ കൗണ്ട് ചെയ്തിരിക്കുക. അങ്ങനെയാണ് 30 വരുന്നത്. ഇനി നമ്മളിവിടെ കോളം കൊടുത്തിട്ട് നമ്മളതിന് കോളം നമ്മൾ ഇൻസർട്ട് ചെയ്യണം. കാരണം ആബ്സെന്റിന് സെപ്പറേറ്റ് വേണം, പ്രസന്റിന് സെപ്പറേറ്റ് വേണം, ലീവിന് സെപ്പറേറ്റ് വേണം. ഓക്കെ, അതിനോട്ട് അപ്പോൾ ഇത് നമ്മൾ വിട്ടേക്കുക. ഇത് 31st എന്നുള്ള ഇത് എഴുതാനുള്ള ഒരു കോളം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം എപ്പോഴും. കാരണം ഇതിപ്പോൾ സെപ്റ്റംബർ ആയതുകൊണ്ട് 30 ആണ്, ഒക്ടോബർ ആകുമ്പോൾ അത് 31 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു 3 കോളം കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്യണം. 1 2 3 കോളം കൂടെ നമ്മൾ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഇത് 31-നുള്ളതാണ്. അത് വിടുക. ഇവിടെ നമ്മൾ പി. ഓക്കെ, ഇവിടെ നമ്മൾ ആബ്സെന്റ്, ഇവിടെ ലീവ്. ഓക്കെ, അപ്പോൾ ഈ ലീവിന് ഒരു പ്രത്യേകത ഉണ്ട്. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എലിജിബിൾ ലീവാണ്. എലിജിബിൾ ലീവ് എന്ന് പറയുമ്പം 8 അവേഴ്സിൻ്റെ അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. എല്ലാ കമ്പനികളും അങ്ങനെയാണ്. ഈ ലീവ് എലിജിബിലിറ്റി ആണ് കൊടുക്കും. പക്ഷെ ആബ്സെന്റ് നമ്മൾ 8 അവേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ആബ്സെന്റ് ഇടുമ്പം നമ്മൾ 8 അവേഴ്സ് ഇടാൻ പാടില്ല. ഇവിടെ ആബ്സെന്റ് ഉണ്ട്, 8 അവേഴ്സ് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ആ 8 അവേഴ്സ് പോയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കുറഞ്ഞിട്ടുണ്ട് ആ എമൗണ്ട്. ഇതിപ്പോൾ നേരത്തെ ഇട്ട വീഡിയോ കണ്ടിന്യൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിങ്ങനെ വരുന്നത്. കാരണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെയുള്ള വീഡിയോ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ ഈ 8 അവേഴ്സ് ഇവിടെ കുറയും. അപ്പം 232 ആകും. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എത്ര പി ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ. കാരണം ഇതിപ്പം നമ്മൾ ടോട്ടലാണ് ചെയ്തിരിക്കുന്നത്, ടോട്ടല്. പിന്നെ നമ്മൾ ഈ ടോട്ടൽ എന്നുള്ളത് നമ്മൾ ഇത് മാത്രം ടോട്ടൽ ചെയ്യും, ഇത് ചെയ്യരുതില്ല. കാരണം പിയും ആബ്സെന്റും ലീവും നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ്. ഓക്കെ, അതിന് പി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൗണ്ട് ഫോർമുലയിൽ പോവുക, കൗണ്ട് ഈഫ് എടുക്കുക. ഇതാണ് കൗണ്ട് ഈഫ്. ഓക്കെ, കൗണ്ട് ഈഫ് എടുക്കുക. എന്നിട്ട് ഇവിടെ റേഞ്ച് ഇടുക, കൗണ്ട് ഈഫ് റേഞ്ച്.
ബ്രാക്കറ്റിൽ പി. ഓക്കെ, ഓക്കെ 26 പി വന്നു. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. കാരണം നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് പി മാത്രമാണ് ഇവിടെ മാത്രമാണ് ആവശ്യം, ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രസന്റ് മാത്രമാണ് ആവശ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡ്രാഗ് ചെയ്യുമ്പം ഈ കോളം വിട്ടിട്ട് വേണം ഡ്രാഗ് ചെയ്യാൻ. ഇങ്ങോട്ട് ഇങ്ങനെ വിട്ടിട്ട് രണ്ടാമത്തെ കോളം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ കോളം വെച്ച് പോകണം. അപ്പം പി എത്രയൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പി ഉള്ള കാണണം എല്ലാം വന്നിട്ടുണ്ട്. 28 വന്നാൽ പോരല്ലോ. ഇവിടെ ഇത് ഇവിടം വരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് ഇങ്ങോട്ട് നീട്ടുക, ഇങ്ങോട്ട് നീട്ടിയാൽ മതി. ഓക്കെ, ഓക്കെ, എന്നിട്ട് ഇതോടെ ട്രാക്ക് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ എ കണ്ട, എയും എല്ലും ഇല്ലാത്തതെല്ലാം 30 വന്നു, എ ഉള്ളപ്പോൾ അത് കുറഞ്ഞു വന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ആബ്സെന്റ് എത്ര ഉണ്ടെന്ന് അറിയണം. ആബ്സെന്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം, ഇത് തന്നെ ഫംഗ്ഷനിൽ പോവുക, എന്നിട്ട് കൗണ്ട് ഈഫ് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റേഞ്ചാണ്, ഏത് കോളം മുതൽ ഏത് കോളം മുതലാണ് വേണ്ടെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പം ഈ 31 വരെ നമ്മൾ എടുത്തേക്കണം. 31 കാരണം 31 എല്ലാ മാസവും 31 ഇല്ലെങ്കിൽ ചില മാസം 31 വരുന്നുണ്ടല്ലോ. അപ്പം ഇതുകൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തേക്കണം. അപ്പം ഇവിടെ നമ്മൾ എ അടിക്കുക, ബ്രാക്കറ്റിൽ എ. ഓക്കെ, കഴിഞ്ഞു, ഒരു എ ഉണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ ഇതും ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അവിടെ എ ഇല്ലാത്ത കാരണം, അവിടെ ഒന്നും ഇല്ലാത്ത കാരണം 0 വന്നു. ഓക്കെ, ഇനി എല്ല് ഇതുപോലെ തന്നെ സെയിം. എല്ല് കൗണ്ട് ഈഫ് റേഞ്ചിൽ പോവുക, 1 മുതൽ ഇങ്ങോട്ട് റേഞ്ച് എടുക്കുക, ഇവിടെ 31 വരെ, എന്നിട്ട് ഇവിടെ എല്ല്. ഓക്കെ, 1 എല്ല് വന്നു. ഓക്കെ, ഇത് നമ്മൾ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ നോക്കുക. ഇപ്പം പ്രസന്റ് 28, ഒരു ആബ്സെന്റ്, ഒരു ലീവ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രസന്റും ഈ ആബ്സെന്റും ലീവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പറയുന്നത്, നമ്മൾ ലീവ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ചിലപ്പം അവർക്ക് ഒരു മാസത്തെ ലീവായിരിക്കും ഒരു വർഷം നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ലീവ് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ഈ ലീവ് നമ്മൾ പിന്നെ വേറെ ഇവരുടെ ഒരു സെപ്പറേറ്റ് പേജ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പേജിലേക്ക് ഓരോ മാസത്തെയും ലീവ് നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു വർഷം കൊണ്ട് അവരെത്ര ലീവ് എടുത്തു എന്ന് മനസ്സിലാവും. ചിലപ്പം ചില ആൾക്കാർ 30 ദിവസം എന്ന് പറയുന്നത് നേരത്തെ എടുത്തു കഴിയും, അങ്ങനെയുണ്ട്. അങ്ങനെ ചില സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കാഷ്വൽ ലീവ് ആണെങ്കിൽ തന്നെ കാഷ്വൽ ലീവ് 12 ദിവസമാണെങ്കിലും ആ കാഷ്വൽ ലീവ് ചിലപ്പം 2, 3 നേരത്തെ ഒരു 6 മാസം ആകുമ്പോൾ തന്നെ കാഷ്വൽ ലീവ് എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് അവരുടെ ലീവ് തീർന്നു പോയോ ഉണ്ടോ എന്നറിഞ്ഞിട്ട് നമുക്ക് ലീവ് കൊടുക്കണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ നമ്മളൊരു റെക്കോർഡ് ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ അതിന് സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 30 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ കൗണ്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഇപ്പം ഈ കൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പം അങ്ങനെ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ 28 പ്രസന്റും ഒരു ആബ്സെന്റും ഒരു ലീവൊക്കെ വരണം അല്ലേ. പിന്നെ നമ്മൾ എന്നിരുന്നാലും ഇവിടെ നമ്മൾ ഇത് കൗണ്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് ഈ 30 ദിവസം നമുക്ക് എങ്ങനെയും കിട്ടണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. കാരണം എവിടെയെങ്കിലും ഒരു പി വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ശമ്പളം പോണ പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. കാരണം സാലറിയുടെ പ്രശ്നമാണ്. അപ്പം കൃത്യമായിട്ട് സാലറി കിട്ടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇവിടെ നമ്മൾ ഇത് 3 കൂടെ നമ്മൾ പിന്നെ സം ചെയ്യുക. ഓക്കെ, നോക്കാം 30 വന്നു അല്ലേ. നമ്മളിത് ഡ്രാഗ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു കോളം വിട്ടിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, കറക്റ്റ്. എല്ലാം 30 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെന്റ് ഉണ്ട്, അതെല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 30 ദിവസം വരെ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്, എല്ലാം എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഒരെണ്ണം പോലും വിട്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പം ഇനി നോക്കുക. നിങ്ങൾ നോക്കിയാ ആ സാലറി ഒക്കെ വ്യത്യാസം വന്നു കേട്ടോ. ഇപ്പം 232 സാലറി ഉള്ളൂ ഈ ആൾക്ക്. ഇതുപോലെ ഇവിടെ 240, 232 ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ സാലറിയിൽ വ്യത്യാസം വരും, അവരുടെ സാലറിയിൽ വ്യത്യാസം വരും. ഓക്കെ,
അപ്പം അങ്ങനെ സാലറിയിൽ വ്യത്യാസം വന്നു. ഇത് നോക്കാം, സാലറി വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ ഒരു സാലറി വ്യത്യാസം വന്നു, ഇത് സാലറി വ്യത്യാസം വന്നു, ഇത് വ്യത്യാസം വന്നിട്ടുണ്ട്, ഇതിന് മാത്രം ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ മാസത്തെ സാലറി നമ്മൾ നേരത്തെ എടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഒരു പിന്നെ ഇത് ടോട്ടൽ സാലറി എത്രയാണോ, ടോട്ടൽ സാലറിയുടെ നമ്മൾ അതായത് ടോട്ടൽ മന്ത്സ് വരുന്നത് 240 മണിക്കൂറാണ്. അപ്പോൾ 240 മണിക്കൂർ കൊണ്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഡെയിലിയുള്ള സാലറി അല്ലേ. അപ്പോൾ ഇത് ഈ ഡെയിലിയുള്ള സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഡെയിലിയുള്ള സാലറി. അപ്പോൾ പക്ഷെ അവർക്ക് ഒരു മണിക്കൂറുള്ള സാലറി, ഡെയിലി അല്ല, ഒരു മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂറുള്ള സാലറിയാണിത്. അപ്പോൾ 232 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത്രയും കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞു, ഒരു ദിവസം സാലറി അയാൾക്ക് കുറയും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. അതിന് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.